പിന്നെ എന്തൊക്കെയുണ്ട് വനജമോളെ വിശേഷങ്ങള്? കൊടൈക്കനാൽ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? ബെഡ്റൂമിലേക്ക് വരുമ്പോ കുറെ കൂടെ മാനേഴ്സ് വേണ്ടേ? അത് പിന്നെ വനജമോളെ കണ്ട സന്തോഷം കൊണ്ട് അമ്മയിങ്ങി വന്നതല്ലേ. എനിക്കൊന്നും ഇഷ്ടല്ല. പ്രദീപേ, ആഹാ, മോനിവിടെ ഉണ്ടായിരുന്നോ? പ്രദീപേ, എനിക്കൊന്ന് കുളിക്കണം. വനജമോക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിലേ ഞാൻ വിദ്യയോട് പറഞ്ഞു ഉടനെ ചൂടാക്കിച്ചു തരാം. പ്രദീപേ, എനിക്കൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഞാൻ നിൽക്കുന്നോണ്ടാണോ? എന്നാ അമ്മ പോയി ആ ചൂടുവെള്ളം എടുത്തോണ്ട് വാ. പ്രദീപേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സ്വന്തം മുറിയിലെങ്കിലും എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അമ്മയുടെ മുഖം എന്താ ഒരുമാതിരി തേള് കുത്തിയതുപോലെ. രണ്ടാമത്തെ മരുമകൾ മുറി നിറക്കി വിട്ടോ? ഞാൻ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കേ. പിന്നെ വിദ്യാട്ടത്തിയുടെ അടുത്തെടുക്കുന്ന അടവൊന്നും 2 ലക്ഷത്തിന്റെ ചെലവാകില്ല. സൂക്ഷിച്ചും കണ്ടു നിന്നാ കൊള്ളാം. നീ പോടാ അവിടുന്ന്. ഞങ്ങളുടെ മുറി മാത്രം തൂക്കാനും തുടയ്ക്കാനും ഇവിടെ എന്താ ആളില്ലേ? നീ ഇന്നവരുടെ മുറി തുടച്ചില്ലേ വിദ്യേ? തുടച്ചു. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആ, ചിലരുടെ മുറി ശരിക്കും വൃത്തിയാക്കിയില്ലെങ്കിൽ നാറും. ഈ പെർഫ്യൂമിന്റെയും ലാക്ടോകലാമിന്റെ ഒക്കെ നാറ്റേ എന്തൊരു ബോറാ ഇല്ലമ്മേ. ഇത് ആർക്ക് വെച്ചിരിക്കുന്ന അടി? അവനൊന്നും തിന്നുന്ന പാത്രമെങ്കിലും ഒന്ന് കരി വെച്ചൂടെ? നാളെ നീ ഒരുത്തോണ്ടോ പുറക്കേണ്ടതാ. അന്നേരം ഞാൻ ചെയ്തോളാം. ആഹാ, പ്രസന്നെ പാത്രം കഴിവയ്ക്കാൻ നിന്നോടാ പറഞ്ഞത്? എന്നെ കൊണ്ട് പറ്റില്ല. പ്രസന്നെ പൊയ്ക്കോട്ടെ പ്രസാദേ, ഞാൻ കഴി വെച്ചോളാം. വിദ്യാർത്ഥി ആ പാത്രം തുടരുത്. നിന്നോടാ പറഞ്ഞത്. എന്നെ കൊണ്ട് സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ പ്രസാദേ? എന്തിനാണ് അവളെ അടിച്ചത്? വലിയ ആളാവല്ലേ? ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ മൂത്തവരുണ്ട്. മൂത്തവരുടെ കഴിവുകൾ കൊണ്ടാ ഇവളിങ്ങനെ വഷളായത്. ഇനി മുതല് അവനവന്റെ ജോലി അവനവൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. നീ ആരാടാ അതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് ഇതുവരെ അറിയില്ലേ? എടാ ശാന്ത, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ശ്രീധര ബാക്കി തരാമെന്ന് പറഞ്ഞ ദിവസമായി ഇന്ന്. അവിടെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടില്ല. കുറച്ചു ദിവസം വൈകുന്നല്ലാതെ അച്ഛൻ കൊണ്ടൊന്നും തരാതിരിക്കില്ല. ഇനി അങ്ങനെ വൈകാൻ ഒക്കില്ല. അന്തസ്സുള്ളവരാണെങ്കിൽ ഇന്നലെ കൊണ്ട് തരേണ്ടതല്ലേ? ചതിക്കുന്ന കൂട്ടരാ. ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ചുമതല നമുക്കുള്ളതാ. ഞാനിപ്പോ എന്ത് ചെയ്യണം? വിദ്യയുടെ അച്ഛനെ പിടിച്ചേറ്റി അമ്മയുടെ കയ്യിൽ കൊണ്ടുവരണോ? അയ്യണ, അവിടെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോഴേക്കും അവന് 4 നാക്കാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വേഗം അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്. മോൾ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോഴേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. ബാങ്കുകാരോട് പറഞ്ഞ അവസാനത്തെ അവധിയും കഴിഞ്ഞു. അമ്മേ, വിദ്യേച്ചി. ആയസാ, ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞിരിക്കായിരുന്നു. ജീവിച്ച് കൊതി തീരാത്തവർക്കല്ലേ ദീർഘായുസ് വേണ്ടത്? ജീവിതം അടുത്തവർക്ക് എന്തിനാ ദീർഘായുസ്? നിന്നെ അവിടെ എന്താ വേദാന്തം പഠിപ്പിക്കണ്ടോ? അതൊരു സർവകലാശാലയല്ലേ അച്ഛാ. എല്ലാം പഠിച്ചിറങ്ങുമ്പോഴേക്കും ആയുസ് ബാക്കി കാണില്ലെന്നേ ഉള്ളൂ. അവള് വെയിലും കൊണ്ട് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. വേദാന്തമൊക്കെ പിന്നെ ആവാം. മോളിഞ്ഞു വാ. ഞാനിതിരി കാപ്പി എടുക്കട്ടെ. ചേട്ടൻ വന്നില്ലേ? എന്റെ കൂടെ വന്നാ പിന്നെ ആ തള്ള പൊറുപുറത്ത് മുഖം വീർപ്പിച്ചോണ്ടിരിക്കും. നീ ഒറ്റയ്ക്കാണോ വന്നത്? അതെ. സ്ത്രീധന ബാക്കി അങ്ങോട്ട് എത്തിയില്ല അല്ലേ? നിനക്ക് തരാനുള്ള തുക ഉണ്ടാക്കാൻ അച്ഛൻ ഇനി കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. ചേച്ചി വല്ലാതെ ക്ഷീണിച്ചു പോയി. സത്യം പറ മോളെ, നിനക്കവിടെ സുഖാണെന്ന് പറയുമ്പോ നീ എത്ര മറച്ചു പിടിച്ചാലും അമ്മയ്ക്ക് മനസ്സിലാവും. നമ്മൾ പെണ്ണുങ്ങളല്ലേ, അതൊക്കെ സഹിച്ചേ പറ്റൂ. നിനക്കൊരു കുഞ്ഞുണ്ടായ പകുതി വിഷമം മാറും. കുഞ്ഞിനോട് അവർക്ക് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ മകന്റെ കുഞ്ഞല്ലേ. നിന്നോടുള്ള പെരുമാറ്റത്തിന് കുറച്ചൊരു മയം വന്നേനെ. എന്താ മോളെ കഴിയുന്നത്? എന്തായാലും അമ്മയോട് പറ. എന്നോട് പറയാൻ പറ്റതായി മോക്ക് എന്താ ഉള്ളത്? എന്തായാലും അമ്മയോട് പറ മോളെ. എനിക്കൊരു കുഞ്ഞിന് ദൈവം തന്നതടമ്മേ.
അവരതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നു. സ്ത്രീധന ബാക്കി കിട്ടാതെ വന്ന എന്നെ ഉപേക്ഷിക്കാൻ കുഞ്ഞൊരു തടസ്സമാവരുതല്ലോ. എന്റെ ഈശ്വര, അച്ഛനോട് ക്ഷമിക്കും മോളെ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇനി വീട് മാത്രമേ വെക്കാറുള്ളൂ. അതും കൂടി വിറ്റാ പിന്നെ അമ്മേ, എന്താ മോളെ? ഇത്ര കാലത്ത് എഴുന്നേറ്റ് അച്ഛൻ എങ്ങോട്ടാ അമ്മേ പോയത്? അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോയതാ. നിന്റെ കാര്യത്തിന് വന്നിട്ട് വേണം ജോലിക്ക് പോവാൻ. എനിക്ക് ഇന്ന് തന്നെ പോണമായിരുന്നു. അച്ഛൻ വന്നിട്ട് പോവാ മോളെ. എന്തോ അത്യാവശ്യ കാര്യം നിന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിക്കട്ടോന്ന് ചോദിച്ചു. വേണ്ട, ഉറങ്ങട്ടെ, വന്നിട്ട് പറയാന്ന് പറഞ്ഞു. വിദ്യജി, വിദ്യജി, ചേച്ചി കുറുപ്പേട്ടന്റെ വണ്ടി ഇടിച്ചു. ഇന്ന് ഇത് കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെല്ല്.
അമ്മായി ഇപ്പം മരിച്ചെന്നും പറഞ്ഞ് നീ ഇങ്ങനെ പെമ്പർന്നത്തോടെ പുറകെ നടന്നോടാ. കിട്ടാനുള്ള രൂപ ഇനി ആരോട് ചോദിക്കും? ഇതാ ഞാൻ പറഞ്ഞത്, ശ്രീധന ബാക്കി എത്രയും നേരത്തെ വാങ്ങിച്ചോണമെന്ന്. നിന്റെ കയ്യെ കിടന്ന് മറ്റേ 2 വളയം തേടി പണയം വെച്ചു. പണയം വെച്ചോ? ആരോട് ചോദിച്ചോണ്ടടി പണയം വെച്ചത്? ഹോസ്പിറ്റലിൽ പണത്തിന് ആവശ്യം വന്നപ്പോ പണയം വെക്കേണ്ടി വന്നു. നിനക്കിത് വേണവടാ. ശ്രീധന ബാക്കി വാങ്ങാൻ പോയി നീ കയ്യിലുള്ള സ്വർണവും തലച്ചേച്ച് ദാ വന്ന് നിക്കുന്നു. കാതിലേതും കഴുത്തിലേതും ഒക്കെ ഊരി വെച്ചിട്ട് വേണ്ടിയിരുന്നടാ എവളെ വീട്ടിലേക്ക് അയക്കാൻ. വന്ന് കയറിയില്ല, അതിനു മുമ്പേ തുടങ്ങി. പ്രദീപേ, നിനക്ക് ചിട്ടിയിട്ട് 25,000 രൂപ എന്തിയെ? അത് ഞാൻ ബാങ്കിലിട്ടിരിക്കുക. നിന്റെ കല്യാണത്തിന് വേണ്ടി കടം വാങ്ങിയ 10,000 രൂപ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. മാസം തോറും 500 രൂപ വെച്ചാണ് പലിശ കൊടുത്തോണ്ടിരിക്കുക. പിന്നെ വീട് നന്നാക്കാൻ വേണ്ടി എടുത്ത ലോൺ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കാനാ? ആ കാശ് കൊടുത്ത് ഞാനൊരു ബൈക്ക് വാങ്ങാനിരിക്കുക. കടങ്ങൾ തീർത്തിട്ട് പോരെ ബൈക്കൊക്കെ വാങ്ങുന്നത്? കടങ്ങളൊക്കെ എങ്ങനെങ്കിലും പിന്നീട് വീട്ടാ. അവന്റെ ഒരു ആശയല്ലേ വീട്ടിലൊരു വണ്ടി ഉള്ളത് എപ്പോഴും നല്ലതാ. പൈസക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ സ്വർണം കൊണ്ടേ പണയം വെച്ചോളൂ. വേണ്ട. പ്രതിഭേ, എന്റെ ചെയിൻ കാണുന്നില്ല. ഏത് ചെയിനാ? ആ ഫാൻസി ചെയിൻ. അത് അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇവിടെ എങ്ങും ഇല്ല. ഞാൻ ഇവിടെ മുഴുവൻ നോക്കിയതാ. അവിടെ ഒന്നും ഇല്ലെന്നേ. അമ്മേ, എന്താടാ? എന്റെ 3.5 പവന്റെ ചെയിൻ കാണാനില്ല. എന്റെ ഈശ്വര, ഇവിടെ ആരെടുക്കാനാ? എല്ലായിടത്തും നോക്കിയ മോനെ. ഇനി എങ്ങും നോക്കാനില്ല, എല്ലായിടത്തും അരിച്ചു പറക്കി നോക്കിയിരിക്കുക. ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും എടുത്തിരിക്കുന്നത്. പുറത്തുനിന്നും വരുന്ന കള്ളന്മാരായിരുന്നെങ്കിൽ മുഴുവൻ സ്വർണ്ണം അങ്ങോട്ട് എടുത്തോണ്ട് പോണല്ലോ. അന്യന്റെ മുതൽ വഴി കിടന്നാലും തിരിഞ്ഞു നോക്കാത്തവരാ എന്റെ മക്കള്. എന്താ? എടാ മോനെ, വനജയുടെ 3.5 പവന്റെ മാല കാണാനില്ലെന്ന്. അത്യാഗ്രഹമുള്ള കള്ളനായിരിക്കില്ല, അത്യാവശ്യം റേഷൻ വാങ്ങിക്കാൻ വേണ്ടി എടുത്തായിരിക്കും. ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഊരി വെച്ചതാ. നീയല്ലേ അവിടെ മുറി തുടച്ചത്? അതെ. അന്നേരം ബുദ്ധിമോശം തോന്നി എടുത്തതാണെങ്കിലേ ആ മാലയും കൊടുത്തേക്ക്. ഞാൻ എടുത്തില്ലമ്മേ. പിന്നെ ആരെടുക്കാനേടി? നിന്റെ ഈ അവനെയും പൂങ്കണ്ണേരും ഒന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് ആ മാലയും കൊടുത്തേക്ക്. ചന്ദ്രേട്ടാ, അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എടുത്തിട്ടില്ല. കട്ടവരാരും കട്ടെന്ന് പറയില്ലടാ. കിട്ടേണ്ടത് 2 എണ്ണം കിട്ടുമ്പോ തത്ത പറയുന്ന പോലെ പറയും. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? തല്ലിയോ കൊല്ലം എന്താണെന്ന് വെച്ചാൽ ചെയ്യ. നരകത്തിൽ പോയാൽ ഇതിനെ കട സ്വസ്ഥത കിട്ടും. ഭാര്യയും ഭർത്താവും കൂടെയുള്ള നാടകം കൊള്ളാം. എനിക്കെന്റെ മാല കിട്ടിയില്ലെങ്കിലേ ഞാൻ പോയി എന്റെ അച്ഛനോട് പറയും. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ മാല താനേ വന്നോളും. മനചേട്ടത്തി, നിങ്ങളുടെ അച്ഛൻ തമ്പി വക്കീലിന് ഒരുപാട് പണവും സ്വാധീനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ മാലയുടെ പേരിൽ പോലീസ് ഇവിടെ വന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അവമാനിക്കുകയോ ചെയ്താൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിനും കൂടിയാ. ഞാൻ അതങ്ങ് സഹിച്ചു. ഓ, ഇതിനേക്കാൾ വലുത് സഹിക്കാനുള്ള തൊലിക്കട്ടി ഇയാൾക്ക് ഈയിടെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. വിദ്യാർത്ഥി പാവപ്പെട്ട വീട്ടിലെ പെണ്ണായി പോയതുകൊണ്ട് അവരോട് ഇത്ര ക്രൂരത കാണിക്കരുത്. ദൈവം പോലും പൊറുക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസ് എങ്ങാനും ഇവിടെ കയറാൻ ഇട വന്നാൽ പിന്നെ മനസ്സമാനത്തോടെ ആരും കിടന്നുറങ്ങാന്ന് വിചാരിക്കണ്ട. പ്രസന്നെ, നിന്റെ കരുതി കിടന്ന മാല എന്തി? ഏത് മാല? നമ്മുടെ വനചേട്ടത്തിന്റെ മാലേ. വനജയുടെ മാല എങ്ങനെയാ അവിടെ കൈ വരുന്നത്? ആ, അതെങ്ങനാ വരുന്നതെന്ന് അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മാലയുടെ പേരിൽ വിദ്യാർത്ഥത്തെയും കുടുംബക്കാരെ എല്ലാരും കളിയാക്കിയപ്പോൾ നീ ആയിരുന്നില്ലേ മുമ്പിൽ നിന്നിരുന്നത്? കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും പറഞ്ഞു നടക്കുന്ന അമ്മയ്ക്ക്
മകള് മാല മോഷിച്ചതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ? വിദ്യേട്ടത്തെ കളിയാക്കാൻ അമ്മയും കൂടി കൂട്ടുന്ന മോളെ കൊണ്ട് എടുപ്പിച്ചായിരിക്കും അല്ലേ? ദേ നീ വേണ്ടാതെ പറഞ്ഞാലാണല്ലോ നിന്റെ തലയിൽ ഇടുത്തി വീഴും. ഇടുത്തി വീഴേണ്ട തലകള് ഇവിടെ വേറെ ധാരാളം ഉണ്ട്. ആ മതി മതി, ആ മാലയിങ്ങ, ഞങ്ങൾക്കൊന്ന് വെളിയിൽ പോണം. ചേ, അങ്ങനെ ധൃതി പിടിച്ചാലോ? ഈ മാലയ്ക്ക് വേണ്ടി എന്നെയും വിദ്യേട്ടത്തെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റാനായിരുന്നില്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം? എന്നെ ആക്ഷേപിച്ച് അവമാനിച്ചതും ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ ഈ മാലയുടെ പേരിൽ നിങ്ങൾ വിദ്യേട്ടത്തെ കണ്ടവാനം കണ്ണീര് കുടിപ്പിച്ചു, മുഖത്തോക്കി കള്ളി എന്നവരെ വിളിച്ചു. അതിനെന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇനി എന്താ പറയാനാ? മാല കൈ കിട്ടിയല്ലോ, ഇനി നുള്ളി പൊളിക്കാനും തലനാരഴ കീറാനും ഒന്നും നിക്കണ്ട. നീ ആ മാല ഞാൻ കൊടുക്ക്. കുറെ നുള്ളി പൊളിക്കുകയും തലനാരിയുടെ കീറുകയും ഒക്കെ ചെയ്തതല്ലേ? അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന കാണും. അതുകൊണ്ട് വനചേട്ടത്തി മാപ്പ് പറയണം. എന്റെ മാലയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാല് പിടിക്കാനും മാപ്പ് പറയാനൊന്നും എന്നെ കിട്ടില്ല. മര്യാദയ്ക്ക് ആ മാല ഇങ്ങായിരുന്നാ നല്ലത്. തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ അഡ്വക്കേറ്റ് കുമാരൻ നമ്പിയുടെ മോളാണെങ്കിൽ എങ്ങനെ നിന്റെ മാല മേടിക്കണമെന്ന് എനിക്കറിയാം. അയ്യോ, അഡ്വക്കേറ്റ് കുമാരൻ നമ്പിയുടെ മോളല്ലേ, പോയി മുങ്ങിയെടുത്തോ. എടാ മഹാഭാവി, നാശം പിടിച്ചവനെ 3.5 പവന്റെ മാല ആരെങ്കിലും കിണറ്റിനകത്ത് എടുത്തിടുവോടാ? സ്വർണം വെള്ളത്തിൽ കിടന്നു വെച്ച് തേഞ്ഞൊന്നും പോകത്തില്ല, അതിന്റെ മാറ്റ് കൂടത്തേ ഉള്ളൂ. കൈയുടെ കരുത്തൊന്നും കാണിക്കല്ലേ. പ്രദീപേ, ഏട്ടനും അനിയനും തമ്മിൽ തല്ലുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ.